അയ്യോ അയ്യോ, ഷൂവേലെ അഴുക്ക്. ഇതൊന്ന് പോളിഷ് ചെയ്യണമല്ലോ. ഇനിയിപ്പം പോളിഷ് ചെയ്യാതെ ഒരു രക്ഷയുമില്ല. ഇതെങ്ങനെ തുറക്കത്തുമില്ലല്ലോ. ഹോ, എന്ത് ഇതായിട്ട് അടച്ചു വെച്ചിരിക്കുന്നു. ആ, തുറക്കാൻ പോലും പാടില്ല എനിക്ക്. ആ, ഓക്കെ ഓക്കെ ഓക്കെ. ഈ ലെതറിൻ്റെയൊക്കെ എപ്പോഴും നമ്മളിങ്ങനെ എവിടെയെങ്കിലും പോയിച്ച് വന്നാൽ ഉടനെ അത് പോളിഷ് ചെയ്തില്ലെങ്കിലുണ്ടല്ലോ കൊള്ളില്ല. കരി ഞാനിപ്പോൾ ഒരു പോളിഷ് ജോലിക്ക് പോയാലോ എന്ന് ചിന്തിക്കുന്നുണ്ട്. നിങ്ങളുടെ അഭിപ്രായം എങ്ങനെയാണ് ഫ്രണ്ട്സേ? ജോലിയൊന്നും ഇല്ലാത്തതുകൊണ്ടേ ജീവിക്കണ്ടേ, സാമ്പത്തികമായിട്ട് വളരെ മോശമാണ്. അന്നേരം ഇപ്പം അറിയാവുന്ന ജോലി ഇപ്പം ഇതാണ്, പോളിഷിങ്. നിങ്ങളതിനോട് യോജിക്കുന്നോ? എൻ്റെ പോളിഷിങ്ങിനോട് ഞാനിപ്പം ഇതാ ഉദ്ദേശിക്കുന്നത്, ഒരു കട ഇട്ടിട്ട് പോളിഷ് ചെയ്ത് കൊടുക്കുന്നത്. ഷൂ ചെരുപ്പ് ഇതൊക്കെ. നിങ്ങൾക്ക് നാണക്കേടുണ്ടോ? എനിക്ക് ജോലി ചെയ്യുന്നതിനൊന്നും നാണക്കേടൊന്നുമില്ല. എന്ത് ജോലി ചെയ്യുന്നതിനും ഒരു നാണക്കേടുള്ള വ്യക്തിയൊന്നുമല്ല ഞാൻ, എന്നെ സംബന്ധിച്ച്. ഇത് കുഴപ്പമില്ലാത്ത പരിപാടിയാണ് കേട്ടോ. ഞാൻ എൻ്റെ ഷൂ, ബാഗ്, പേഴ്സ് അതുപോലെയുള്ളതെല്ലാം ഞാൻ സ്വന്തമായിട്ടാണ് പോളിഷ് ചെയ്യുന്നത്. കടയിൽ ചെയ്യുന്ന പോലെ നല്ല സൂപ്പറായിട്ട് ചെയ്യാനറിയാം. നമ്മൾ ജീവിക്കാൻ വേണ്ടി കഠിനാധ്വാനം ചെയ്തെങ്കിലേ ജീവിക്കാൻ പറ്റൂ. അന്നേരം ശരിക്കും ഞാൻ ജോലി ചെയ്യാതെ പറ്റുമെന്ന് തോന്നുന്നില്ല. പലതരത്തിൽ കൂടെ നോക്കുന്നുണ്ട്, പറ്റുമെന്ന് തോന്നുന്നില്ല കേട്ടോ. ഇതെന്താ ഇങ്ങനെ ഉണ്ടാറ്? വലിയ ക്വാളിറ്റിയുള്ള കമ്പനിയുടെ ഷൂ ആയത്, അല്ലാതെ ചില്ലറ പൈസയുടെ അല്ല. 5000 രൂപ ഒരു ഷൂവിൻ്റെ വില. ഇത് കണ്ടോ? അതാണ്, മനസ്സിലായോ? അല്ല ചില്ലറയായിട്ടോ 100 150 ഒന്നുമല്ല ഇതിൻ്റെ വില. 5000, 5000. ഓക്കെ. അന്നേരം ചിലപ്പം ചോദിക്കും, ഈ നാൻസി കാശില്ലെന്ന് പറയും എന്നിട്ട് ഈ ഷൂ വാങ്ങിച്ചല്ലോ എന്നല്ലേ? അത് കാശില്ല, ഓക്കെ, അതൊക്കെ ശരിയാണ്. പക്ഷെങ്കിൽ എന്നാലും ഷൂ നല്ല, ഡ്രസ്സും കാര്യങ്ങളും ഷൂ എല്ലാം നല്ല ക്വാളിറ്റിയുള്ള സാധനങ്ങളെ ഞാൻ ഇടാറുള്ളൂ. ഉള്ള കാര്യം പറയാം, അതാണ് സംഭവം. കാശില്ലെങ്കിലും അങ്ങനെയൊക്കെ തന്നെ. പണ്ടുള്ളവരൊരു പഴഞ്ചൊല്ലുണ്ടല്ലോ, എന്തുവാ, കുളിച്ചില്ലേലും ഉടുതുണി പെരപ്പുറത്ത് കിടക്കണമെന്നോ, അങ്ങനെ എങ്ങാണ്ട് ഏതാണ്ടൊരു പഴഞ്ചൊല്ലുണ്ടല്ലോ. എന്തോ അത് മറന്നുപോയി. അതാണ് സംഭവം. ഞാൻ മനസ്സിലായി. നല്ല സൂപ്പറായിട്ടാണ് ചെയ്യുന്നത് കേട്ടോ. നല്ല ചെയ്യാനൊക്കെ അറിയാം. കണ്ടോ, നന്നായിട്ട് ഒത്തില്ലേ? കയ്യിലൊക്കെ കരി വരളാതിരിക്കാൻ ഗ്ലൗസ് ഇടണം. അങ്ങനൊരു സംഭവമുണ്ട്. ഗ്ലൗസൊക്കെ ഉണ്ട് കേട്ടോ.
ഗ്ലൗസ് ഇട്ടാൽ ചെയ്യേണ്ടി വരും. ഞാൻ ഒന്ന് ചെയ്തു. ഇത് വേറൊരു ഷൂ ആണേ, അത് പോളിഷൊന്നും ചെയ്യണ്ട. ഇത് ലെതറല്ല, ഇത് വേറൊരു ടൈപ്പാണ്. ഇതും വില കൂടിയതാണ്. അത് പോളിഷൊന്നും ചെയ്യണ്ട, വെറുതെ ഞാനൊന്ന് തൂത്തൊന്ന് മാത്രമേ ഉള്ളൂ. ഷൂകളൊക്കെ ഒത്തിരി ഉണ്ടിടൂ. ഇത് കണ്ടോ, കുറേ ഷൂകളുണ്ട്. ഇതൊന്നും ഞാൻ ഇടില്ല, എനിക്കിപ്പോൾ ഇഷ്ടമില്ല ഇതിടുന്നത്. ഇതുണ്ട്, ഇത് നടക്കാൻ പോകുന്ന ഷൂ കണ്ടോ. ഇത് വേറൊരെണ്ണം, ഇത് പുറത്തൊക്കെ പോകുന്ന ഷൂവാണ്. ഇതൊന്നും ഞാൻ ഇടില്ല. ഇപ്പം ഞാൻ ഇടുന്നത് 2 ഷൂവേ ഉള്ളൂ. അതും ഇതും പിന്നെ വെള്ളത്തിലിടുന്ന ഒരെണ്ണമുണ്ട്, യൂസ് ചെയ്യുന്ന വെള്ളത്തിൽ യൂസ് ചെയ്യുന്ന ഒരു ഷൂ ഉണ്ട്. അത് ഈ മഴയൊക്കെ പെയ്യുവാണെങ്കിൽ അതിടുവേ. മഴ പെയ്തില്ലെങ്കിൽ സാധാരണ ഇതിടും. അങ്ങനെയാണ് കാര്യങ്ങൾ. അന്നേരം ഷൂ പോളിഷ് ചെയ്തല്ലോ, കണ്ടോ, നല്ല സൂപ്പറായിട്ട് ചെയ്തിട്ടുണ്ട് കണ്ടോ. ഇതാണ്, നിങ്ങൾക്ക് എന്തെങ്കിലും ഷൂ എല്ലാം പോളിഷ് ചെയ്യാനുണ്ടെങ്കിൽ എന്നെ സമീപിക്കുക, നാൻസി ജോർജ്. ഓക്കെ ഓക്കെ, കണ്ടോ, സൂപ്പറല്ലേ.